എടാ അഖിലേ കൊരങ്ങ നമസ്കാരം. അപ്പോൾ ഇതെൻ്റെ ഒരു ചെറിയ ഗിഫ്റ്റ് അറിയാം. അത് എന്തിനെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ രാജഗിരി കോളേജ് തൊട്ട് ഫസ്റ്റ് ഡേ തൊട്ട് നമ്മൾ ഒരുമിച്ച് റൂമൊക്കെ ഷെയർ ചെയ്ത് പ്രാന്താലയത്തിൽ നിന്ന് ഇറങ്ങി ഓടി ഹാപ്പി ഹോംസിലെത്തി ആ കാലഘട്ടം തൊട്ട് തുടങ്ങിയതാണ് നമ്മളുടെ സുഹൃത്ത് ബന്ധം. ഇന്ന് ഞാൻ പറയാ അതും കഴിഞ്ഞ് എൻ്റെയൊക്കെ കൂതാറ സമയത്ത് വരെ എനിക്ക് നീ തന്നൊരു സപ്പോർട്ടുണ്ട്. എൻ്റെ വിഷമം പറയാനാണെങ്കിലും എൻ്റെ വിഷമം കേട്ടിട്ട് പോട്ടളിയാ അല്ല ശരിയാവും എന്ന് പറയണ ഒരുത്തുണ്ടല്ലോ, അതൊരു വലിയൊരു സംഭവമാണ്. അത് എനിക്ക് പറയാനുള്ളത് എല്ലാ കൂട്ടുകാരന്മാർക്കും അങ്ങനെ ഒരുത്തനെ കിട്ടണമെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വേസ്റ്റ് ഓഫ് ദ വേസ്റ്റ് ടൈമിൽ വരെ ഉണ്ടായിരുന്ന ഒരുത്തനാണ് നീ. ആൻഡ് ഐ ഫീൽ ദി സ്മോൾ പരിപാടി ഐ ഷുഡ് ഗിവ് യു മാൻ. നീ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ബഡ്ജറ്റിന് ഫോൺ ഒപ്പിച്ചു തരാൻ പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക്, നീ ബഡ്ജറ്റിലുണ്ടാകണ്ട, നീ ഇത്ര നാൾ ഐഫോൺ ഉണ്ടാക്കിയ സ്ഥിതിക്ക് നീ ഇനി അങ്ങോട്ട് ഐഫോൺ ഉണ്ടാക്കിയാൽ മതി കേട്ടാ. ബഡ്ജറ്റിലുണ്ടാക്കാൻ നടക്കണം. അതുകൊണ്ട് എൻജോയ് മൈ ഗിഫ്റ്റ് ബ്രോ, യു ഡിസേർവ് ദിസ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ദെയർ ഫോർ മീ. അതൊന്ന് എത്ര പറഞ്ഞാലും ഞാൻ മനസ്സിലാവില്ല. ബിക്കോസ് ഇപ്പോഴും ഞാൻ വിളിച്ചില്ലെങ്കിൽ പോലും എന്നെ വിളിച്ചിട്ട് ഇവിടെ നീ ജീവനോടെ ഉണ്ടോടെ എന്ന് ചോദിക്കണ ഒരേ ഒരുത്തം നീയാണ്. അതങ്ങനെയാണ്. അതെങ്ങനെ നീ അത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവില്ലല്ലേ. അതൊരു വലിയ സംഭവമാണ്. ആൻഡ് താങ്ക് യു ബ്രോ, താങ്ക് യു അഗൈൻ ഫോർ ബീങ് ദെയർ ഫോർ മീ. ആൻഡ് ദിസ് ഇസ് ജസ്റ്റ് എ സ്മോൾ ഗിഫ്റ്റ് ഫ്രം മൈ സൈഡ്. ആൻഡ് താങ്ക് യു ഐഫോൺ ഫോബിയാസ് ഫോർ മേക്കിംഗ് ദിസ് ഹാപ്പൻ അറ്റ് എ വെരി ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. ഈ ബ്രോ കാണാനെങ്കിൽ ഐഫോൺ ഫോബിയാസിനും ഒരു വലിയ താങ്ക്സ്. ആൻഡ് ബ്രോ എൻജോയ് ചെയ്യണം തെണ്ടി. ശരിയെന്ന് നിൻ്റെ മറ്റേ കുണച്ച താങ്ക്സും മറ്റേതൊക്കെ നീ കൈ വെച്ചോ, അതെനിക്ക് വേണ്ട കേട്ടോ. ഓക്കെ.